Welcome to BSC Main Physics. This is paper 1, Mechanics and Properties of Matter, BSC Main, semester 1. And the topic is uniform bending, class number 44. BSC Main Physics, chapter last Tuesday, the paper is Mechanics, paper 1, Mechanics and Properties of Matter, semester 1, uniform bending. So what is the meaning of uniform bending? What is a uniformly bent bar? A uniform bar supported symmetrically on two knife edges and loaded at the free ends is called non-uniformly bent bar, or uniform bent bar, uniformly bent bar. A uniform bar supported symmetrically on two knife edges and loaded at the free ends is called uniform bending. അപ്പോൾ യൂണിഫോം ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ കാണുന്ന കേസാണ്. നമ്മൾ നോൺ യൂണിഫോം ബെൻഡിങ്ങിൽ ചെയ്തതുപോലെ രണ്ട് നൈഫ് എഡ്ജിൻ്റെ പുറത്ത് ആ ബാറിന് വെക്കണം. എന്നിട്ട് ഈ നടുക്ക് ലോഡ് ചെയ്യുന്നതിന് പകരം അറ്റങ്ങൾ ലോഡ് ചെയ്യണം, എൻഡ് ലോഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എൻഡിൽ ഡബ്ല്യു ലോഡ് ചെയ്യണം. അപ്പോൾ നടുക്ക് ഉണ്ടാകുന്ന എലിവേഷനാണ്, മേപ്പോട്ട് പൊങ്ങും, അത് ഹൈറ്റ് കൂടും. ആ ഹൈറ്റിനെ ആ എലിവേഷൻ നമ്മൾ ഇസഡ് എന്ന് പറയും. എ ബി എന്നുള്ള ദൂരത്തെ എ മുതൽ ആ നൈഫ് അടിച്ച് തമ്മിലുള്ള അകലത്തെ എൽ എന്ന് പറയും. മൊത്തകലം എൽ എന്ന് പറയും. പിന്നെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അറ്റം ഉണ്ടല്ലോ, അതായത് ആ നൈഫ് അടിച്ചിൽ നിന്ന് ലോഡ് സസ്പെൻഡ് ചെയ്യുന്നത് വരെയുള്ള അകലം, അത് നമ്മൾ പി എന്ന് പറയും. അപ്പോൾ പി എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എൻയു ബെൻഡിങ് പറയുമ്പോൾ ഇത്തരം പി എന്നുള്ള ദൂരം നമ്മൾ കൺസിഡർ ചെയ്തില്ല. ഇവിടെ രണ്ട് സൈഡിലും സിമെട്രിക് ആയിട്ട് ഒരു പി പി ദൂരമുണ്ട്. ആ പി പി ദൂരം കണക്കിലെടുക്കണം, അളക്കണം. എല്ലെന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള അകലം. ഈ ലോഡുകൾ രണ്ടറ്റങ്ങളിലും തുല്യമായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറം ആ പി പി ദൂരം സെയിം ആണ്. സോ യു ലുക്ക് എ യൂണിഫോം ബെൻഡ് ബാർ, എ യൂണിഫോം ബാർ സപ്പോർട്ടഡ് symmetrically on two knife edges and loaded at the free ends is called U-bending, uniform bending, U-bending. In this case, the radius of curvature of the bent filament, BNT, bent filament is a constant. അപ്പോൾ ഇത്തരം കേസിൽ നമ്മളതൊരു സർക്കുലർ ആയിട്ടാണ് ഈ റോഡ് ബെൻഡ് ചെയ്യുന്നത്. ഏത് ഫിലമെൻ്റ് എടുത്താലും റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആണ്. അതുകൊണ്ടാണ് ഇതിനെ യൂണിഫോം ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ യൂണിഫോം ബെൻഡിങ്ങും യൂണിഫോം ബെൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം, നോൺ യൂണിഫോമിൽ റേഡിയസ് കർവേച്ചർ കോൺസ്റ്റൻ്റ് അല്ല, ഇവിടെ റേഡിയസ് കർവേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് നൈഫ് എഡ്ജ് വെച്ചിട്ട് നടുക്ക് ലോഡ് ഇടും. ഇവിടെ രണ്ട് നൈഫ് എഡ്ജിൽ സിമെട്രിക് ആയിട്ട് വെച്ചിട്ട് അറ്റങ്ങൾ ലോഡ് ചെയ്യും. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്, ഫോർമുലയിൽ വ്യത്യാസമുണ്ട്. In this case, the radius of curvature of the bent filament is a constant. It can be proved that the elevation of the midpoint of the uniformly bent bar is Z is equal to WL square P by 8y AK square. The formula is different from that of non-uniform bending. Z is WL square P by 8y AK square, where L is the distance between the two knife edges and P is the distance between a knife edge and the point of suspension of the plate. ഇപ്പോൾ പി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നൈഫ് എഡ്ജിൽ നിന്ന് നമ്മൾ ആ ഭാരം തൂക്കിയിരിക്കുന്ന പോയിന്റ് വരെയുള്ള അകലാണ്. അത് പടത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, അപ്പുറം ഇപ്പുറമുണ്ട് അകല. ഇനി എങ്ങനെ ഈ ഫോർമുല കിട്ടും? ഒരു തിയറി ഉണ്ട്. അപ്പോൾ ഒരു യൂണിഫോം ബെൻഡിങ്ങിൻ്റെ തിയറി പഠിക്കാനായിട്ട് നമ്മൾ സർക്കിളാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു സർക്കിൾ, ആ റേഡിയസ് സർക്കിൾ വരച്ചിരിക്കുകയാണ്. എ ബി ആണ് ആ നൈഫ് എഡ്ജിൻ്റെ സ്ഥാനം, എ ബി. പിന്നെ ഇത് കോൺസ്റ്റന്റ് റേഡിയസിലാണ് അത് ബെൻഡ് ചെയ്യുന്നത്.
അപ്പോൾ ഒ എ എന്ന് പറഞ്ഞാൽ ഓഡിയാണ്. ഒ എ ഈസ് ഓഡി, അത് ആറെന്ന് പറയും റെഡിയസ് കർവേച്ചർ. ഈ സി ഡി ദൂരത്തിൽ നമ്മൾ ഇസഡ് എന്ന് പറയും, അതാണ് എലിവേഷൻ. എ ബി ദൂരം എല്ലാണല്ലോ, അപ്പോൾ എ സി ദൂരം L/2 വരും, എ സി ദൂരം L/2 വരും, ബി സി ദൂരം L/2 വരും. ഒ എ എന്നുള്ളത് ആറാണ്, ഓ ഡി ആറാണ്. അപ്പോൾ ഒ സി എന്നുള്ളത് 6 - Z ആയിട്ട് വരും. ഒ സി 6 - Z. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ തിയറി പറയുന്നത്. അപ്പോൾ ഇത് യൂണിഫോമായിട്ട് ബെൻഡ് ചെയ്തുകൊണ്ട് റേഡിയസ് കർവേച്ചർ സെയിം ആണ്. എ ബി അല്ലെങ്കിൽ എ ഡി ബി ആണ് ആ ബെൻഡ് ബാറിൻ്റെ പൊസിഷൻ, ഇസഡ് ആണ് എലിവേഷൻ. Let AB be the section of the uniformly bent bar. OA is load is R is the radius of curvature. AC is L/2, OC is R - Z, where Z is the elevation from triangle OAC. We apply Pythagoras theorem. From triangle OAC, OA square is OC square plus SC square. That is R square is equal to R - Z, the whole square, plus L/2 square. L-ന്റെ പകുതി L/2 square. അത് നമ്മളൊന്ന് സ്ക്വയർ ചെയ്ത് കാണിക്കണം. That is R square minus 2RZ plus Z square plus L square by 4. Z വളരെ ചെറിയൊരു സംഖ്യയാണ്. അപ്പോൾ Z സ്ക്വയർ ടു സ്മോൾ ആയിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. Z സ്ക്വയർ നമുക്ക് വെട്ടിക്കളയാം. R സ്ക്വയർ അപ്പുറം ഇപ്പുറം വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് 0 - 2RZ plus L square by 4 എന്ന് കിട്ടും. ആ 2RZ ലെഫ്റ്റ് കൊണ്ടുവരുമ്പോൾ plus 2RZ is equal to L square by 4. R is L square by 8Z എന്ന് പറയും. ഇക്വേഷൻ നമ്പർ 1. പിന്നെ നമ്മൾ ഈ ബെൻഡ് ബാറിൻ്റെ അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ബെൻഡ് ബാർ external couple is internal bending moment എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. In the case of uniformly bent bar, the external couple is equal to internal bending moment. So external couple is W into P. About the knife edge, the external couple we can write as W into P is equal to internal bending moment Y AK square by R. So R is equal to Y AK square by W into P. Equation 1 and 2. In equation 1 and 2, in the LHS there is R, so the RHS we can equate 1 and 2, we get L square by 8Z is equal to Y AK square by W into P. That is Z is equal to W square P by 8Y AK square, equation number 3. Here is the elevation of the midpoint of the bend bar. But W is mg. AK square is BD cubed by 12. BD cubed by 12. Therefore, Z is equal to mg L square P by 8y into BD cubed by 12. Z is 3/2 mg L square P by y BD cubed. That is y is equal to 3/2 mg by BD cubed into L square P by Z. That is the equation. Y is equal to 3/2 mg by BD cubed into L square P by Z, equation number 4. And this equation is used to find the Young's modulus of the material of the bar by the uniform bending experiment. Y is equal to 3/2 mg by BD cubed into L square P by Z. And this formula is used to find the Young's modulus of the material of the bar by performing uniform bending experiment. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയും. അപ്പോൾ എക്സ്പെരിമെൻ്റ് ഇല്ലാതെ തിയറി ഒരു എസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. എക്സ്പെരിമെൻ്റ് രണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എസ് എ ക്വസ്റ്റ്യൻ with a diagram, explain uniform bending and derive an expression for the elevation of the midpoint of the uniformly bent bar. The question is, with a diagram, explain uniform bending and derive an expression for elevation of the midpoint of the uniformly bent bar. That is, expression for result we have to find. And that is all with your 44th lecture on paper 1, Mechanics and Properties of Matter. Thank you very much.